മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയുമായി തൻ്റെ വീട്ടിലെത്തിയ സ്റ്റാൻലിക്ക് തൻ്റെ മകളെ അപ്പച്ചന് മാത്രം പരിചയപ്പെടുത്തിയാൽ പോരാ, തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും അവൾക്ക് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹത്തിൽ തന്നെ നിൽക്കുകയാണ്. അലീനയോട് സ്റ്റാൻലി തൻ്റെ സഹോദരിയെക്കുറിച്ച് ഒരു വട്ടം പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. തൻ്റെ 3 സഹോദരന്മാർക്ക് ആകെയുള്ളൊരു സഹോദരിയാണ് അവളെന്നും, അവളുടെ ജീവിതത്തിലെ അവളും ഞങ്ങളും ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവൾ കഴിയുന്നതെന്നൊക്കെ സ്റ്റാൻലി അലീനയോട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ വീട്ടുവിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ. അതിനിടയിൽ തന്നെ അവളുടെ പേരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. തൻ്റെ സഹോദരിയുടെ പേര് ഷേർലി എന്നാണെന്നും അവൾ ഒരിക്കൽ വിവാഹം കഴിച്ച് അവളെ ഉപേക്ഷിച്ചതാണെന്നൊക്കെയാണ് അലീനയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഷേർലിയുടെ ഹസ്ബൻഡ് അവളെ ഉപേക്ഷിച്ച് പോയതുകൊണ്ടാണ് അവൾക്ക് മെൻ്റലി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്നൊക്കെയാണ് ഷേർലിയെക്കുറിച്ചിട്ട് അലീനയോട് സ്റ്റാൻലി പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അലീനയ്ക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അവളെ തന്നെയാണല്ലോ ചിന്തിക്കാറ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ ഒരാളെ കാണണമെന്നൊക്കെ വല്ലാത്ത ആഗ്രഹത്തിൽ തന്നെയായിരുന്നു. എന്നാൽ തൻ്റെ തറവാട്ട് വീട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹം അലീനയ്ക്ക് തീരെ തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ തൻ്റെ ചാച്ചന്മാരുണ്ടെന്നും അപ്പച്ചന് 2 അനിയന്മാരും അവരുടെ ഭാര്യമാരും സഹോദരിയൊക്കെ താമസിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ അവരെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനൊരു മകൾ എന്ന ലേബലോടുകൂടി ചെന്ന് നിൽക്കാൻ അലീനയ്ക്ക് ഒട്ടും തന്നെ ആഗ്രഹമുണ്ടായിരുന്നില്ല. ഇതേസമയം അലീന തൻ്റെ ഇഷ്ടക്കേട് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ അവിടെ പോകാനൊന്നും താല്പര്യമില്ല പപ്പ. എനിക്ക് അവരെയൊക്കെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. ആദ്യമുള്ള ബുദ്ധിമുട്ട് മാത്രമല്ലേ നിനക്ക് ഉണ്ടാവുള്ളൂ. നീ എന്തായാലും അവരുടെ കൂട്ടത്തിലെ ഒരാൾ തന്നെയല്ലേ. എപ്പോഴായാലും നീ അവരെ കണ്ടിരിക്കേണ്ടതുമാണ്. അതുകൊണ്ട് നാളെ തന്നെ പോകാൻ റെഡിയായി തന്നെ നിന്നോളാനൊക്കെ അലീനയോട് സ്റ്റാൻലി പറയുകയാണ്. ചെറിയ ടെൻഷനും പേടിയൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ പപ്പ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അലീന മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് തിരിച്ചു പോവുകയാണ്. പപ്പയുടെ മുറിയിൽ നിന്നും തൻ്റെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ ബാക്കിൽ നിന്നും സ്റ്റാൻലിയുടെ വിളി ഒരിക്കൽ കൂടി അലീന കേട്ടു. അലീന, നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പപ്പ? അതെ, ഉടനെ തന്നെ ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിൽ ചേരണം. വേറെ ഒന്നും കൊണ്ടല്ല, നിൻ്റെ ഈ ഡ്രൈവറായി നടക്കുന്ന പണി എനിക്കങ്ങ് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആരും തന്നെ ആർക്കും ഡ്രൈവർ ആവാറില്ല. മുറ്റത്ത് കിടക്കുന്ന കാറെടുത്ത് തൻ്റേതായ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നതാണ് പതിവ്. അതുകൊണ്ടേ എനിക്ക് താല്പര്യമില്ല നിൻ്റെ ഡ്രൈവറായി നിൽക്കാൻ. അതിനും കൂടി നീ തയ്യാറായിട്ട് വേണം എൻ്റെ തറവാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ. കാരണം പോകുന്ന വഴിയിൽ നല്ലൊരു ഡ്രൈവിംഗ് ക്ലാസ് കണ്ടെത്തി നിന്നെ അവിടെ ജോയിൻ ചെയ്യിച്ചിട്ട് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി തിരിഞ്ഞ് നടക്കുകയാണ്. സ്റ്റാൻലിയുടെ വാക്കുകൾ കേട്ട് അലീന സ്തംഭിച്ച് നിൽക്കുകയാണ്. എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോരോ മാറ്റങ്ങളെന്ന് അലീന ചിന്തിച്ച് പോകുകയാണ്. എപ്പോഴൊക്കെയോ തൻ്റെ അച്ഛനെയും സഹോദരങ്ങളെയും മനസ്സിലോർത്ത് വേദനിക്കുകയും ചെയ്യുന്നുണ്ട് അലീന. പെട്ടെന്നായിരുന്നു അലീനയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. അലീന പെട്ടെന്ന് തന്നെ ചെന്ന് ഫോൺ നോക്കിയപ്പോൾ മനുവേട്ടനായിരുന്നു. മനുവിൻ്റെ കോള് അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ അലീന പറയുന്നുണ്ട്, എന്തൊരായുസ മനുവേട്ടന്, ഇപ്പം തന്നെ ഞാൻ നിങ്ങളെയൊക്കെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ എന്ന്. മനു അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെയൊക്കെയാണോ അതോ എന്നെ മാത്രമാണോ? അതിനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമല്ലോ. അങ്ങനെയല്ല, എല്ലാവരെ കുറിച്ച് ഓർത്തു. അങ്ങനെ പറയുന്നതായിരിക്കും സത്യം. മനുവേട്ടനെ മാത്രമെന്ന് പറയുമ്പോൾ അത് മനുവേട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറയുന്ന പോലെ ആയിപ്പോവും. അതെ, അതെനിക്കറിയാലോ. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. എന്താണ് ഇപ്പം ഞങ്ങളെല്ലാവരെയും ഓർക്കാനുണ്ടായ കാരണം? ഏയ് ഒന്നുമില്ല മനുവേട്ടാ, എല്ലാവരെയും മിസ് ചെയ്യുന്ന പോലെ തോന്നി. പിന്നെ ഇപ്പോൾ തന്നെ പപ്പ വന്ന് എന്നോട് പറഞ്ഞേ പപ്പയുടെ തറവാട്ടിൽ പോകണമെന്ന്. അവിടെ ആരെയും ഞാനിതുവരെയും കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണാം. പിന്നെ പപ്പയുടെ ഒരു സഹോദരി എന്തോ വയ്യാതിരിക്കുന്നുണ്ട്. അവരെ കാണണമെന്ന് ഞാൻ അന്ന് മുതലേ ആഗ്രഹിക്കുന്നതാണ്. പപ്പ പുള്ളിക്കാരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ ഷേർലി എന്നാണ് കേട്ടോ പുള്ളിക്കാരിയുടെ പേര്.
ഡിവോഴ്സ് ആയതിനു ശേഷം മെൻ്റലി എന്തോ ഡൗണായി പോയതാണ്. ഇവർ 2-3 സഹോദരന്മാർക്ക് ആകെയുള്ളൊരു സഹോദരിയാണ്. അവിടെ നമ്മുടെ വൈജമ്മയുടെ പോലെ തന്നെ. അല്ല, എന്താ മനുവേട്ട വിളിച്ചിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ മാത്രമാണല്ലോ സംസാരിക്കുന്നത്. അല്ല, നിന്നിലേ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ വട്ടം ഞാൻ വിളിക്കുമ്പോൾ നീ വല്ലാതെ ഡൗൺ ആയിട്ടാണ് സംസാരിച്ചിരുന്നത്. ഇപ്പം നിൻ്റെ സംസാരത്തിൽ വല്ലാത്തൊരു ഹാപ്പിനെസ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് നിന്നു എന്ന് മാത്രം. ഇല്ല മനുവേട്ട, നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ടെൻഷനൊക്കെ അങ്ങ് മാറിയതുപോലെ തോന്നുന്നു. ഇപ്പം തന്നെ പപ്പ വന്ന് എന്നോട് പറയുകയാണേ ഡ്രൈവിങ്ങിനൊക്കെ ജോയിൻ ചെയ്യണമെന്ന്. എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ഇനി കാറൊക്കെ ഓടിച്ച് എന്നോട് തനിയെ പോകാനൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയത്തില്ല, വല്ലാത്തൊരു അതിശയം തോന്നി മനുവേട്ട. അതുകൊണ്ടാണ് മനുവേട്ടൻ വിളിച്ച സമയത്തായിരുന്നു ഇതും പറഞ്ഞ് പപ്പ അങ്ങോട്ട് തിരിഞ്ഞു പോയത്. അപ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ്സിൽ നിൽക്കുകയായിരുന്നു. അതാ മനുവേട്ടനും അത് തോന്നിയത്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇനിയിപ്പോൾ നിൻ്റെ ഹാപ്പിനെസ് ഞാനായിട്ട് കളയണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലാണ്. അതെന്താ? മനുവേട്ടൻ എന്തായാലും പറഞ്ഞോ? എപ്പോഴായാലും ഞാൻ അറിയേണ്ട കാര്യം തന്നെയല്ലേ. അല്ല ലീന, ഞാനേ ഇപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. സംഭവിച്ചിട്ട് കുറച്ച് ദിവസമായെങ്കിലും എന്നോട് അച്ഛൻ കഴിഞ്ഞ ദിവസമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നിന്നോടും കൂടി ഒരഭിപ്രായം, അല്ലെങ്കിൽ നിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പം തന്നെ വിളിച്ചത്. ഇതെന്താ വല്ലാത്തൊരു മുഖവുരയോടുകൂടിയാണല്ലോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? മനുവേട്ടന് എന്നോട് സംസാരിക്കാൻ ഇങ്ങനെയൊക്കെ വേണോ? എന്തായാലും തുറന്ന് പറഞ്ഞൂടെ മനുവേട്ട? അല്ല ലീന, നിന്നെ വന്ന് നിൻ്റെ പപ്പ കൊണ്ടുപോകുന്ന സമയത്തേ അവിടെ എൻ്റെ അച്ഛനും കൂടി ഉണ്ടായിരുന്നല്ലോ. അച്ഛനോടും നിൻ്റെ പപ്പ വളരെ കയർത്താണ് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സ്വാഭാവികം. അവർ തമ്മിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്തവരാണല്ലോ പരസ്പരം കണ്ടത്. അതുകൊണ്ട് അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ലീന, നിൻ്റെ പപ്പ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ തമ്മിലുള്ള വിവാഹകാര്യം ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നെന്ന്. അതുമാത്രമല്ല, അലീനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനാണെന്ന്. അതുകൊണ്ട് തന്നെ അലീന ആരെ വിവാഹം കഴിക്കണമെന്നും ആരെ കൂടെ ജീവിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹമാണെന്ന്. നീ ഇവിടെ നിന്ന് പോയിട്ട് 2-3 വട്ടമെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു വട്ടം പോലും ഇതിനെക്കുറിച്ച് നീ എന്നോടൊന്നും പറഞ്ഞില്ല. പലപ്പോഴായിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ച് അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണ്. നീ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്, മനുവേട്ടൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ആലോചിച്ച് വിഷമിക്കരുത്, അതൊക്കെ നടക്കേണ്ട സമയത്തൊക്കെ നടക്കുമെന്ന്. എങ്കിലും ഇതുകൂടി പപ്പ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു സമാധാനമില്ലാതെയായി. അതുകൊണ്ട് നിന്നോട് ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാ. എന്താ നിൻ്റെ അഭിപ്രായമെന്ന്? നിൻ്റെ പപ്പ പറഞ്ഞെടുത്ത് തന്നെയാണോ നിൻ്റെയും അഭിപ്രായമെന്നറിയാനാണ് ഞാൻ വിളിച്ചത്. അല്ലെങ്കിലേ ചെന്നിരുന്നാൽ ജോലിയുടെ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാവും. കാരണം മനസ്സ് മുഴുവനും ഒരാൾക്ക് കൊടുത്തു വെച്ചിരിക്കുകയല്ലേ. ആ മനസ്സും കൊണ്ട് വേണമല്ലോ എനിക്ക് പോകാൻ. അത് ശരി, അപ്പോൾ തന്ന മനസ്സ് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണോ? അല്ല, അങ്ങനെയല്ല. ഞാൻ ചോദിച്ചതിലും ചെറിയൊരു കാര്യമില്ലേ അലീന? നീ തന്നെ ആലോചിച്ചു നോക്കിയേ. നീ എന്നോട് നിൻ്റെ തീരുമാനം പോലും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരിക്കലെങ്കിലും നീ എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചുവെങ്കിൽ മറ്റാര് പറയുന്നതും എനിക്ക് ഒരു പ്രശ്നമല്ലായിരിക്കും. കാരണം നീ എന്നോട് പറയാണ്, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഈ മനുവേട്ടനെ സ്വന്തമായിരിക്കും അലീന എന്ന്. നീ അങ്ങനെ ഒരു വാക്കും എന്നോട് പറഞ്ഞിട്ടില്ല. ഇതെന്തത്, വല്ല സിനിമയാണോ അതോ നാടകമോ? നാടകം ഡയലോഗൊക്കെ പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ അലീന പറയുന്നത്. നീ എന്താ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്? മനുവേട്ടൻ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാൻ മനുവേട്ടനോട് പറഞ്ഞിട്ടില്ലേ, മനുവേട്ടൻ്റെ കൂടെ എന്നെ ജീവിക്കാനായിട്ട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. അങ്ങനെ ഒരു തീരുമാനത്തെ മറികടക്കാൻ മാത്രം ഒരാൾക്കും കഴിയില്ല. അതിപ്പോൾ എൻ്റെ പപ്പയായാലും
മനുവേട്ടൻ്റെ അച്ഛനായാലും ശരി. ചുമ്മാ ടെൻഷൻ അടിക്കാതെ പോയി വർക്ക് ചെയ്യാൻ നോക്ക് മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന കോള് കട്ട് ചെയ്യാൻ നേരത്ത് മനു ഒരിക്കൽ കൂടി അലീനയോട് ചോദിക്കുകയാണ്, അലീന ഒരു വട്ടെങ്കിലും എന്നോടൊന്ന് പറയോ ഐ ലവ് യു എന്ന്. അയ്യേ, ഈ മനുവേട്ടൻ എന്തൊരു മോശോ ഇതല്ലേ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക്. ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വാക്ക് അതല്ലേ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഓ അതെ, പക്ഷേ സമയവും സന്ദർഭവും നോക്കി പറഞ്ഞില്ലെങ്കിലേ ഏതൊരു വാക്കും അസ്ഥാനത്തായി പോകും കേട്ടോ എന്ന് അലീനയും തമാശയ്ക്ക് പറയുന്നുണ്ട്. അലീന ഒരിക്കൽ കൂടി മനുവിനോട് സീരിയസ് ആയിട്ട് തന്നെ പറയാണ്, മനുവേട്ടൻ എപ്പോഴും ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ചിരുന്ന് മനുവേട്ടൻ്റെ നല്ലൊരു ജോലി, മനുവേട്ടൻ്റെ നല്ലൊരു കരിയർ ഒന്നും നശിപ്പിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ മനുവേട്ടനോട്, എല്ലാം അതിൻ്റേതായ രീതിയിൽ നടക്കേണ്ട സമയത്ത് നടക്കുമെന്ന്. മനുവേട്ടൻ സമാധാനമായിട്ട് തന്നെ ഇരിക്കുമെന്ന് അലീന മനുവിനെ സമാധാനിപ്പിക്കുകയാണ്. കുറച്ച് സമയം അവർ തമ്മിൽ സംസാരിച്ച ശേഷം കോള് കട്ട് ചെയ്യുന്നുണ്ട്. അലീന കോള് കട്ട് ചെയ്യുന്ന സമയത്തിന് മുമ്പേ തന്നെ ബബിതയുടെ കോള് കയറി വരുന്നുണ്ടായിരുന്നു അലീനയുടെ ഫോണിലേക്ക്. അപ്പോൾ അലീന മനുവേട്ടനോട് പറയുകയാണ്, മനുവേട്ട ഞാനിന്നേ ബബിതയെയും കൃഷ്ണമോളെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നതാണാവോ 1-2 വട്ടമായിപ്പോൾ മനുവേട്ടൻ വിളിക്കുന്നതിനിടയ്ക്ക് തന്നെ ബബിത എന്നെ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് കോൾ അറ്റൻഡ് ചെയ്യട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മനുവിൻ്റെ കോള് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ബബിതയുടെ കോള് അലീന അറ്റൻഡ് ചെയ്യാണ്. എന്നാൽ അലീന കോൾ അറ്റൻഡ് ചെയ്തതും ബബിത വളരെ വിഷമത്തോടും കരഞ്ഞുകൊണ്ടുമാണ് സംസാരിക്കുന്നത്. ചേച്ചി ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഞങ്ങൾക്കൊരു സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വീണ്ടും ഒരു സമാധാനം ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ എന്നൊക്കെ ബബിത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അലീനയ്ക്ക് കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്തിപ്പോൾ അവിടെ ഉണ്ടായതെന്ന് അലീന ചോദിക്കുമ്പോഴും ബബിത ഇങ്ങനെ അവിടെ നടന്ന കാര്യത്തെക്കുറിച്ചല്ല, അവൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. മുമ്പ് ഇവിടെ ഉണ്ടായ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ചേച്ചിയും കൂടി ഇല്ലാതെ ആയപ്പോൾ ഞങ്ങൾക്ക് ആരും ഇല്ലാതെയായി. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അലീന ബബിതയോട് പറയാണ്, നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറഞ്ഞാലല്ലേ ഇപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. നീ ഒന്ന് കാര്യം പറയുമോളെ എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ചേച്ചി നമ്മുടെ രോഹിത്തേട്ടൻ ഇന്നലെ ഇവിടെ വന്നായിരുന്നല്ലോ, ചേച്ചിക്ക് അറിയാലോ, ചേച്ചിയെ വിളിച്ചായിരുന്നില്ലേ? ഉവ്, എന്നെ വരുന്നതിന് മുമ്പും വീട്ടിലെത്തിയിട്ടൊക്കെ അവൻ എന്നെ വിളിച്ചിരുന്നു. അതിനിപ്പോൾ എന്താ? അവൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചേച്ചി തെറ്റാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം ഇവിടെ അതൊരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്താണെന്ന് പറ. നമ്മുടെ രോഹിത്തേട്ടനും രേവതിക്കുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, അവർ തമ്മിൽ കുറച്ച് നാളുകളായിട്ട് പ്രണയത്തിലാണെന്ന്. ഞാനോ ചേച്ചിയോ നമ്മളാരും ഇതൊന്നും അറിഞ്ഞതല്ല. നീ എന്തൊക്കെയാണ് ബബിത ഈ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേവതിക്കുട്ടി എന്നോടല്ലേ പറയുക? നീ അതൊന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനെയൊന്നുമില്ലെന്നേ. നമ്മളന്ന് ചെന്ന് എല്ലാവരും കൂടിയും ഒരുമിച്ചുള്ള സ്നേഹവും അടുപ്പൊക്കെ ആയതിനു ശേഷം അവർ തമ്മിൽ സംസാരിക്കാറും വിളിക്കാറും ഒക്കെയുള്ളതാ. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. അവൻ അവിടെ കോളേജിൽ പോയതിന് ശേഷവും ശരണ്യയോടും രേവതിക്കുട്ടിയോടും ഒക്കെ വിളിച്ച് വളരെ അടുപ്പത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അവർ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ എനിക്ക് അറിയാവുന്നതാ മോളെ. എനിക്കറിയത്തില്ല ചേച്ചി. ഇവിടെ ഇതിനെ പറഞ്ഞ് ആകെ സീരിയസ് ആയിരിക്കുക. അല്ല ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയാനുണ്ടായ കാരണം? ഇന്നലെ രോഹിത്തേട്ടനും രേവതിക്കുട്ടിയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് അമ്മ എന്തോ മറഞ്ഞു നിന്ന് കേട്ടു എന്ന്. പിന്നെ ഇന്ന് രാവിലെ അമ്മ ഏട്ടൻ്റെ ഫോണിൽ എന്തോ ചാറ്റ് ചെയ്യുന്നതോ എന്തോ കണ്ടു എന്ന്. അതൊക്കെ ഇത്ര വിഷയമാണോ? അമ്മ പറയുന്നത് അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, അവർ തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെയാണ്. അത് അമ്മ ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നും രേവതിക്കുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നും രേവതിക്കുട്ടിക്ക് സമ്മതമുള്ളിടത്തോളം കാലം അവരെ തമ്മിൽ ആർക്കും പിരിക്കാൻ കഴിയില്ലെന്നൊക്കെയാണ് രോഹിത്തേട്ടൻ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അച്ഛനും ഇതൊക്കെ കേട്ട് വന്നുകൊണ്ട് രോഹിത്തേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ രോഹിത്തേട്ടൻ അച്ഛനോടും ഏകദേശം സമ്മതം മൂളിയ പോലെ തന്നെയാണ് കയറിപ്പോയത്. അതിനുശേഷം പിന്നെ ചേച്ചിക്ക് അറിയാലോ, അമ്മയും അച്ഛനും തമ്മിലായി.
അച്ഛൻ കാരണമാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയത്, ഏതൊക്കെയോ വഴി പിഴച്ച പെണ്ണിൻ്റെ കൂടെ എൻ്റെ മോനെ ഒന്നുമില്ലാതെ ആക്കിയാണ് അവൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കിടന്ന് എന്തൊക്കെയോ വർത്താനം പറഞ്ഞു. പിന്നെ ഏട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എണ്ണിക്കൊണ്ട് അച്ഛനും. ഇതുവരെയും ഇവർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി നല്ലൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ചേച്ചി പോയതിന് ശേഷവും. അതിനുശേഷം ഇന്നാണ് രോഹിതേട്ടൻ്റെ കേസ് പറഞ്ഞ് വഴക്കുണ്ടാവുന്നത്. അമ്മ കുറച്ചു മുമ്പ് വന്ന് എന്നോട് രേവതിക്കുട്ടിയുടെ നമ്പറൊക്കെ ചോദിക്കുകയും ചെയ്തു. അമ്മ എന്തോ രണ്ടും കൽപ്പിച്ച. ഞാൻ നമ്പർ കൊടുക്കില്ല എന്ന് കണ്ടപ്പോൾ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് നേരിട്ട് പോകാനും എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ നിൽക്കുന്നത്. എനിക്ക് പേടിയാവുന്നു ചേച്ചി. പാവം ആ രേവതിക്കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കിടന്ന് അമ്മ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് നമ്മൾക്ക് ആർക്കും ഊഹിക്കാൻ പോലും കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മയുടെ സ്വഭാവം നമുക്കറിയാലോ. രേവതിക്കുട്ടി കേൾക്കാതെ തന്നെ ഇവിടെ കിടന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാമോ? ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ അമ്മ പറയുന്നതിന് എതിരായിട്ട് തന്നെയാണ് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് രോഹിതേട്ടനും രേവതിക്കുട്ടിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ആ വിവാഹം അച്ഛൻ നടത്തി കൊടുക്കുമെന്ന് അമ്മയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. പണ്ട് നീയും നിൻ്റെ കുടുംബക്കാരും ചെയ്തു വെച്ച പാപങ്ങളൊക്കെ ഞാനും എൻ്റെ മക്കളും കൂടിയാണല്ലോ ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇതും കൂടി ആയിക്കോട്ടെ എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞു കൂട്ടിയത്. അമ്മയ്ക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ അമ്മ എന്നോട് വന്നാണ് അതിനൊക്കെ രേവതിക്കുട്ടിയെ ചീത്ത പറഞ്ഞതും രോഹിതേട്ടനെ ചീത്ത പറഞ്ഞതൊക്കെ. കൂട്ടത്തിൽ ചേച്ചിയെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ചേച്ചി കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ വരുത്തി വെച്ചതെന്ന രീതിയിലായിരുന്നു ചേച്ചിക്കുള്ളത്. പക്ഷേ എനിക്കറിയാൻ പാടില്ലാത്തത് അതല്ല ചേച്ചി. രേവതിക്കുട്ടിയും രോഹിതേട്ടനും തമ്മിൽ അങ്ങനെ ഒരു അടുപ്പുണ്ടാവുമോ? ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ അമ്മ ചോദിച്ച വാശിയുടെ പുറത്ത് രോഹിതേട്ടൻ എല്ലാം സമ്മതിച്ചതുമായിരിക്കുമോ? എന്താ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചേച്ചി ഒന്ന് രേവതിക്കുട്ടിയെ വിളിച്ച് ചോദിക്കോ. എന്തായാലും ഇവിടെ അച്ഛന് യാതൊരു കുഴപ്പമില്ലാന്ന് അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായതാണ്. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അമ്മക്ക് കൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പോൾ എന്താണോ പറയുന്നത് അതിനെതിരായിട്ട് ചെയ്യാനാണ് അച്ഛന് താല്പര്യം. ബബിത പറഞ്ഞ ഓരോ വാക്കുകൾ കേട്ടിട്ടും അലീനയ്ക്കാകെ തല കറങ്ങുന്നത് പോലെയാണ് തോന്നിയിരുന്നത്. കാരണം അങ്ങനെ ഒരടുപ്പം അവർ തമ്മിലുണ്ടെങ്കിൽ രേവതിക്കുട്ടി ഒരിക്കലും അതൊന്നും മറച്ചു വെക്കില്ലെന്നും അവൾ തന്നോടായിരിക്കുമല്ലോ ഇതൊക്കെ പറയാമെന്നൊക്കെയാണ് അലീന ചിന്തിച്ചു കൂട്ടുന്നത്. ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അത് തന്നോട് പറയാതെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയാണ് രേവതിക്കുട്ടി. അങ്ങനെയുള്ള അവൾക്ക് തന്നോട് ഇതൊക്കെ മറച്ചു വെക്കാൻ കഴിഞ്ഞോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ബബിത അപ്പോൾ ഒരിക്കൽ കൂടി അലീനയോട് പറയുകയാണ്, ചേച്ചി തന്നെ ആകെ ടെൻഷനിലാണെന്നറിയാം. പക്ഷേ ഇതൊക്കെ ചേച്ചിയോട് പറയാതിരിക്കാൻ എനിക്കും പറ്റുന്നില്ല. കാരണം ആരും ഒരു സമാധാനം ഞങ്ങൾക്ക് തന്നെ തരുന്നില്ല. രോഹിതേട്ടൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സന്തോഷമൊക്കെ വന്നതാണ്. പരസ്പരം സംസാരിക്കുന്നത് ചേച്ചിയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ ഞങ്ങളുടെ കൂടെ രോഹിതേട്ടനും കൂടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴും പറയുന്നത് ചേച്ചിയെക്കുറിച്ച് തന്നെ. പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ട പോലെ തോന്നി. അമ്മ വന്ന് വെറുതെ ഷൗട്ട് ചെയ്തു. ഏട്ടൻ്റെ ഷർട്ടിനൊക്കെ കൂട്ടിപ്പിടിച്ച് ആ മടിക്കാനൊക്കെ കൈയൊങ്ങി. അച്ഛൻ ആ സമയത്ത് കയറി വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മ ഏട്ടനെ അടിക്കുമായിരുന്നു. ചേച്ചി എന്തായാലും രേവതിക്കുട്ടിയോടൊന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചേക്കണേ എന്നൊക്കെ അലീനയോട് ബബിത പറഞ്ഞിട്ട് അവൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം രോഹിത്തിന് ഇതെല്ലാം വിളിച്ച് രേവതിക്കുട്ടിയോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. പലപ്പോഴും രോഹിത്താണ് തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് രേവതിയോട് പറയാറ്. രേവതി തിരിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് രോഹിത്തിനും അറിയാം. അവളുടെ നിലയും വിലയും അവൾ സ്വയം ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം ആ ഇഷ്ടത്തെക്കുറിച്ച് തന്നോട് ഒരിക്കൽ പോലും അവൾ തിരിച്ച് പറയാത്തത്. അവളോട് സംസാരിക്കുമ്പോഴും അവളോട് ഇടപഴകുമ്പോഴുമൊക്കെ തനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ടെന്ന് പലപ്പോഴുമായിട്ട് രോഹിത്ത് രേവതിക്കുട്ടിയോട് പറയാറുണ്ട്. രേവതിക്കുട്ടി അതൊക്കെ കേട്ടില്ലെന്ന ഭാവം മാത്രമായിരുന്നു നടിച്ചിരുന്നത്. അവൻ എന്താണ് അവളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയും രോഹിത്തും തമ്മിൽ ഇഷ്ടമാണെന്ന് പറയാതെ തന്നെ ഇഷ്ടം തുടർന്നുകൊണ്ടിരിക്കുന്നവരാണ്. പലപ്പോഴും രേവതിക്കുട്ടിയോട് രോഹിത്ത് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നുണ്ടെങ്കിൽ തന്നെക്കുറിച്ച് എല്ലാം അറിയുന്നവളായിരിക്കും അതെന്നൊക്കെ.
പെട്ടെന്നായിരുന്നു രോഹിത്തിൻ്റെ മനസ്സിലേക്ക് അലീനയെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരുന്നത്. ദൈവമേ, ചേച്ചി ഇതൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും എന്നെക്കുറിച്ച് വിചാരിക്കാൻ പോകുന്നത്? ഒന്നാമത്തെ ചേച്ചിയുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവുകൾ ഞാനായിട്ട് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ ചേച്ചി മറന്ന് എന്നെ സ്നേഹിച്ചു തുടങ്ങിയതുമാണ്. ഇനി ഇതും കൂടി അറിയുമ്പോൾ ചേച്ചി എന്നെ വെറുത്തു പോകുമല്ലോ എന്നൊക്കെ വല്ലാത്ത വിഷമത്തിൽ തന്നെ അവൻ ചിന്തിച്ച് പോവുകയാണ്. അവൻ എപ്പോഴെങ്കിലും ചേച്ചിയോട് തന്നെ ആയിരിക്കും ഇതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കുക എന്നും മനസ്സുകൊണ്ട് ഉറപ്പിച്ചു വെച്ചിരുന്നതാണ്. അതെല്ലാം അമ്മ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അമ്മയോട് ആ നേരത്തെ വാശിയുടെ പുറത്ത് തുറന്നു പറയാതിരിക്കാനും രോഹിത്തിന് കഴിഞ്ഞില്ല. അത്രയ്ക്ക് വാശിയിലായിരുന്നല്ലോ അമ്മ അവനോട് സംസാരിച്ചിരുന്നത്. അമ്മ സ്വയം മറക്കുകയാണ് പലപ്പോഴും അമ്മ എന്തായിരുന്നുവെന്ന്, അമ്മയുടെ ഈ മകൻ എന്തായിരുന്നുവെന്നൊക്കെ. രേവതിക്കുട്ടിയെയും ശരണ്യയൊക്കെ തൻ്റെ മുഖത്തു നോക്കി സംസാരിക്കാനുള്ള ആ മനസ്സും ഇഷ്ടവും ഒക്കെ കാണിച്ചത് അലീന ചേച്ചി ഒരാൾ കാരണം മാത്രമാണ്. ശരണ്യ തനിക്ക് സഹോദരിയാണെങ്കിൽ രേവതിക്കുട്ടിയെ തൻ്റെ ജീവിത പങ്കാളിയാക്കാൻ ആഗ്രഹിച്ച ആളാണ്. അവർക്കെല്ലാവർക്കും താൻ ആരാണെന്ന് നല്ല ബോധ്യമുണ്ട്. ഒരുപക്ഷെ ശരണ്യേക്കാൾ കൂടുതലേറെ തന്നെക്കുറിച്ച് അറിയാവുന്ന ആളാണ് രേവതിക്കുട്ടി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം രേവതിക്കുട്ടിയോട് തനിക്ക് അത്രയ്ക്ക് സ്നേഹം തോന്നി തുടങ്ങിയത്. അലീന ചേച്ചിയോട് താൻ ചെയ്ത ദ്രോഹവും ശരണ്യയോട് താൻ ചെയ്ത ദ്രോഹവും, അലീന ചേച്ചി തനിക്കെങ്ങനെയുണ്ടായ സഹോദരിയാണെന്നും തൻ്റെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന ആൾ തന്നെ രേവതിക്കുട്ടി. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ തന്നെയല്ലേ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാതെ ഒന്നും അറിയാതെ അമ്മ ചിന്തിക്കുന്ന പോലെ വലിയ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിരുന്ന് തന്നെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ രോഹിത്ത് അവനോട് തന്നെ ചോദിക്കുന്ന പോലെ ഇരുന്ന് സംസാരിക്കുകയാണ്. താൻ മനസ്സുകൊണ്ട് തന്നെ ഉറപ്പിക്കുകയാണ് അലീന ചേച്ചിയെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന്. ഇതേ സമയത്ത് മറുവശത്ത് അലീന വളരെ വിഷമത്തിൽ തന്നെയാണ്. 2 സഹോദരങ്ങളും തന്നെ ചതിക്കുകയായിരുന്നു എന്ന്. 2 പേരും തനിക്ക് സഹോദരങ്ങളാണ്. അവരെ തമ്മിൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും തന്നെ കൊണ്ടാകുന്നില്ല. ഒരുപക്ഷെ രോഹിത്തിന് രേവതിക്കുട്ടിയോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതിൽ അതിശയമൊന്നുമില്ല. അവൻ കണ്ടതിൽ വെച്ച് വളരെ നല്ല പെൺകുട്ടി തന്നെയായിരിക്കാം രേവതിക്കുട്ടി, അതൊക്കെ സമ്മതിച്ചു തരാം. പക്ഷെ അവനെ അറിയാവുന്നതല്ലേ ഞാനും രേവതിക്കുട്ടിയും എങ്ങനെയാണെന്ന്. എന്നിട്ട് അവന് അങ്ങനെ ഒരു ഇഷ്ടം അവളോട് മനസ്സിൽ തോന്നുമ്പോൾ അവൻ ആദ്യം എന്നോടല്ലായിരുന്നു അത് പറയേണ്ടിയിരുന്നതെന്നൊക്കെ ആലോചിച്ച് അലീനയ്ക്ക് വല്ലാത്ത മനസ്സുകൊണ്ട് വിഷമം തോന്നുന്നുണ്ട്. തന്നെ അവർ ചതിക്കുകയായിരുന്നു, തന്നോട് ഇതൊക്കെ എന്തിനാണ് മറച്ചു വെച്ചതെന്നൊക്കെ അലീന സ്വയം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു പക്ഷേ താനിത് വിളിച്ചു ചോദിക്കുമ്പോൾ രോഹിത്ത് തന്നോടും അമ്മയോട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, ആരൊക്കെ എങ്ങനെയൊക്കെ എതിർത്താലും ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമെന്നൊക്കെ തന്നോടും രോഹിത്ത് പറയുമോ എന്ന ചിന്തയിലായിരുന്നു അലീന. അലീനയ്ക്ക് എത്രയൊക്കെ ആലോചിച്ചിട്ടും മനസ്സുകൊണ്ട് ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് അലീനയുടെ ഫോൺ റിങ് ചെയ്യാണ്. അലീന ഫോണിലേക്ക് എത്തിച്ച് നോക്കിയപ്പോൾ കോള് വന്നത് രോഹിത്തിൻ്റെ തന്നെയായിരുന്നു. മൈ ബ്രദർ എന്ന് അലീന അവൻ്റെ നമ്പർ തൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നു. ഒപ്പം രോഹിത്തും അലീനയും നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി തൻ്റെ ഫോണിലേക്ക് തെളിഞ്ഞു വന്നപ്പോൾ മനസ്സൊക്കെ വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി. ആ ഫോൺ എടുക്കണോ, അവനോട് സംസാരിക്കണോ? ഇനി താൻ അവനോട് സംസാരിക്കുമ്പോൾ ഇതേപോലെയൊക്കെ അവൻ തിരിച്ച് പറഞ്ഞാൽ താൻ അതൊക്കെ എങ്ങനെ ഇനി സഹിക്കാൻ കഴിയുമെന്നൊക്കെ അലീന സ്വയം തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർക്കഥയുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ശുഭരാത്രി.